ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് നാളായില്ല നിങ്ങൾ ഹോം ടൂർ കഴിക്കുന്നത്. സത്യം പറയാലോ, നമ്മൾ വീട് മാറിയിട്ടൊരു 3-4 മാസത്തിൽ കൂടുതലായെങ്കിലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിട്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പറിച്ചു നടലൊരു പ്രോബ്ലം ആട്ടോ. നമ്മുടെ പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ മിക്ക ഡേയ്സിലും നമ്മൾ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും, അവിടെ നിന്ന് മാധുവിനെ ക്ലാസ്സിൽ കൊണ്ടാക്കും, പിന്നെ വർക്ക്, അങ്ങനെ ഭയങ്കര ബിസി ഷെഡ്യൂൾ. ലൈഫ് മൊത്തത്തിൽ ഭയങ്കര ഹെസിറ്റിക് ആയിട്ട് തുടങ്ങി, മെറ്റീരിയലിസ്റ്റിക് ആവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊന്നുമല്ല നമ്മുടെ വൈബ്, നമുക്ക് നമ്മുടെ സ്വർഗ്ഗരാജ്യം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു സ്വർഗ്ഗരാജ്യത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞു വീടാട്ടോ, ഷീറ്റൊക്കെ ഇട്ടൊരു കുഞ്ഞു വീടാണ്. വീടിൻ്റെ വലിപ്പത്തിലല്ല കാര്യം, അതിനുള്ള സമാധാനത്തിനാണ് കാര്യം എന്ന് നമ്മളൊരു 5 വർഷം മുമ്പേ മനസ്സിലാക്കിയതാട്ടോ. അതുകൊണ്ട് അതൊന്നും നമുക്കൊരു ഇഷ്യൂ അല്ലായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ ഇഷ്ടത്തിന് ഈ വീടിനെ ഒന്ന് ഒരുക്കിയെടുക്കുകയാണ് ചെയ്തത്. അകവും പുറമൊക്കെ നന്നായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തു. ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇടുക്കിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കുറേ ചെടികളുണ്ടായിരുന്നു. അതൊക്കെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു പോർഷനിലും നമ്മൾ അത്യാവശ്യം പറ്റുന്ന ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നമുക്ക് ഒരുപാട് ചെടികൾ ഇൻഡോർ ആയിട്ട് വെക്കായിരുന്നു. പക്ഷേ ഇവിടെ അത്ര ഓപ്ഷൻ അത് കുറവാണ്. പറ്റുന്ന പോലെയൊക്കെ നമ്മൾ അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇതൊരു വലിയൊരു ഹോളാണ് കേട്ടോ. ഡൈനിങ് ഏരിയയും എല്ലാം കൂടി ഒരൊറ്റ വലിയൊരു ഹോളാണ്. ഈ തുണിയിട്ട് മൂടിയിട്ടിരിക്കുന്നത് എന്താണെന്നല്ലേ, ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഗൈസ്. നിങ്ങൾ വന്നിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രം മൂടിയിട്ടതാണ്. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. യെസ്, കണ്ടോ, ഇതുപോലെ ഒരുപാട് പെട്ടികൾ നിങ്ങൾ ഇനി കാണും. എല്ലാം ഇങ്ങനെ തുണിയിട്ട് മൂടി വെക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. കാരണം ഈ വീട്ടിൽ ഒറ്റ കബോർഡ് പോലും ഇല്ല ഗൈസ്. അതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ പ്രോബ്ലം. അതാണ് ബാത്റൂം കേട്ടോ. ഇനി നേരെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഇതൊരു ഡൈനിങ് ടേബിൾ പണ്ട് നമ്മൾ വീട് ആദ്യമായിട്ട് മാറിയപ്പോഴത്തേക്കും ജിൻചേൻ്റെ ഫ്രണ്ട് എൻ്റെ മനുവാങ്ങള നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അത് കുറേ നാളായിട്ട് നമ്മൾ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു അവിടുത്തെ. ബട്ട് ഇപ്പോൾ അത് ആവശ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെന്ന് ഇവിടെ സ്പേസ് ഇല്ല, പക്ഷേ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട് അവിടെ, നമ്മുടെ കുറച്ച് ഐറ്റംസ് ഇരിപ്പുണ്ട്. പിന്നെ മാധുവിൻ്റെ ടോയ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എത്രയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാലും 2 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ ഡംപ് ചെയ്തൊരു അവസ്ഥയിലെത്തും. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇനി ഏത് വീടാണെങ്കിലും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സ്പേസിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മുടെ സ്വന്തം കിച്ചൺ. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ, താല്പര്യമില്ലെങ്കിലും ഞാൻ തന്നെ കയറണമല്ലോ. പിന്നെ പാത്രമൊക്കെ ഇഞ്ചേട്ടൻ കഴി തരും കേട്ടോ. ആക്ച്വലി കുക്കിംഗ് അല്ലല്ലോ, ക്ലീനിങ് അല്ലേ പണി. അപ്പോൾ അത് ഇഞ്ചേട്ടൻ ചെയ്ത് തരും. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ വലിയ പാത്രങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ഡംപിങ് ഐറ്റംസ് ഒക്കെ അതിൻ്റെ മേളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തോട്ടുള്ള വഴിയാണ്. അത് ഇതിങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ കയറി നമുക്ക് അകത്തോട്ട് പോവാം. കിച്ചണിൽ ചെറിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പെട്ടെന്ന് അസസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ല ഗൈസ്. നമ്മളൊരു കമ്പാരിസൺ വരുമല്ലോ, പണ്ട് നിന്നതും ഇപ്പം നിന്നതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, മാറി വരും. പിന്നെ ഇതാണ് എൻ്റെ ഒരു സ്പേസ്. എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, കാര്യങ്ങൾ, അമ്മയുടെ ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാനാണ് ഇഞ്ചേട്ടൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ആ പെട്ടി ഓപ്പൺ ചെയ്ത് തന്നത്തെ ഓരോ സാധനം ഞാൻ കാണിച്ചു തരും. ഇത് നമ്മൾ ആ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ്. ആ സെയിം ഹോളിൽ തന്നെ കേട്ടോ ഇതും. ചെറിയൊരു സിംഗിൾ കട്ടിലൊക്കെ ഇട്ടിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു സൗകര്യത്തിനും പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഒക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ പൂജ ഏരിയ. അതായത് പൂജ നടത്താറൊന്നുമില്ല, പക്ഷേ ഒരു ദൈവികമായൊരു സ്പേസ്. അപ്പോൾ അതാണ് ഈ ഒരു ഏരിയയിലെ വിശേഷങ്ങൾ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഓപ്പൺ സ്പേസിൽ. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലോട്ട് പോകാം ഗൈസ്. വിവാദമായ നമ്മുടെ തെക്കിനി കമോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇത് കുറച്ച് നിമിഷം മുമ്പ് ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു. ബിഫോർ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. കണ്ടു, എൻ്റെ മേളിലും പെട്ടികളാണ്, കട്ടിലിൻ്റെ അടിയിലും പെട്ടികളുണ്ട്. എല്ലാം ഞാൻ പൊക്കി കാണിക്കുന്നുണ്ട് ഗൈസ്. ഈ നിൽക്കുന്ന സ്പേസിലൊക്കെ സാധനങ്ങളായിരുന്നു. ഒരാൾക്ക് കഷ്ടിച്ചകത്തോട്ട് നടന്നു പോകാം, അതായിരുന്നു അവസ്ഥ. പിന്നെ നമ്മുടെ പ്ലേ ബട്ടൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫ് ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ചൂട് വരേണ്ടതാണ്. സീലിംഗ് ഉള്ളതുകൊണ്ട് അത്ര ചൂടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു വീടിൻ്റെ വിശേഷങ്ങൾ. പക്ഷേ പോവല്ലേ, ഇഞ്ചേട്ടന് എന്തോ കാര്യമായിട്ട് നിങ്ങളോട് പറയാനുണ്ട്. അടുത്ത വീഡിയോ പറ്റിയാണ്. അതിലൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അപ്പോൾ വെയിറ്റ്. നമ്മുടെ ഹോം ടൂറാണ്, നമ്മുടെ വാടകയുടെ ഹോം ടൂറാണ് ഇപ്പോൾ കഴിഞ്ഞത്. പിന്നെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം, അത് വലിയൊരു ചെറിയൊരു സ്റ്റോറി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതൊരു സ്കാമിലൊക്കെ പെട്ടു. ആകെ ഫിനാൻഷ്യലി ആയിട്ട് ഇങ്ങനെ പൊട്ടി പാളീസായി പോയി. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതാകുമ്പോൾ കുറഞ്ഞ റെൻ്റൊക്കെയാണ്, നമുക്കത് അഫോർഡബിൾ അല്ലായിരുന്നു. അപ്പോൾ ആ സ്കാമിൽ പെട്ട് നമ്മൾ ആകെ തകർന്നു പോയി. ലക്ഷങ്ങൾ പോയ കഥകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരേക്കും ബൈ. അപ്പം നമ്മുടെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെ പറയാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.